ഈ നമ്പേഴ്സ് ഒന്ന് നോക്കാം നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുള്ളത്. 360 ഡിവൈഡഡ് ബൈ 3.60. അതായത് ഒരെണ്ണം സാധാരണ നാച്ചുറൽ നമ്പറാണ്, പോയിൻ്റ് ഒന്നും ഇല്ലാത്തത്. അടുത്ത എന്താണ് ഡെസിമൽ പോയിൻ്റ് ഉള്ള ഒരു നമ്പറാണ്. അപ്പോൾ സാധാരണ രീതിയിൽ 360നെ പോയിൻ്റ് ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ 360 ആണല്ലോ, അതിനതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്താ വരിക? ശരിക്കും 1 ആണ് വരിക അല്ലേ? ഇങ്ങനെ പോയിൻ്റ് ഉണ്ട് എന്നുള്ളത് ആലോചിക്കേണ്ട. അല്ലാതെ തന്നെ ചെയ്യുമ്പോൾ 360 ഡിവൈഡഡ് ബൈ 360 ഈക്വൽ ടു 1 ആണല്ലോ ആൻസർ. ഇനി നമ്മൾക്ക് പോയിൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ആൻസറിൽ പോയിൻ്റ് വ്യത്യാസം വരും. അതെങ്ങനെ വരും എന്നാണ് നമ്മൾ നോക്കുന്നത്. മുകളിൽ വല്ല പോയിൻ്റുകൾ ഉണ്ടോ ഇല്ല, അപ്പോൾ നമ്മൾ അതിന് 0 എന്നിട്ട് ഒറ്റ പോയിൻ്റ് ഇല്ല എന്നുള്ളിടത്തോളം മൈനസ്. അടിയിലത്തെ നമ്പറിൽ പോയിൻ്റ് ഉണ്ടോ? ഉണ്ട്. എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിൻ്റ്? 1 2 പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിൻ്റ്. അപ്പോൾ നമുക്ക് -2. അപ്പോൾ നമുക്ക് ആൻസറിൽ 0യിൽ നിന്നും 2 മൈനസ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ആൻസർ എന്താ വരിക? -2 ആണ് വരിക. മൈനസ് വരുമ്പോൾ എപ്പോഴും നമ്മൾ ആൻസറിൻ്റെ റൈറ്റിലേക്ക് വേണം മൂവ് ചെയ്യാനായിട്ട്. ആൻസർ നമുക്ക് കിട്ടിയത് 1 ആണ്. റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ 2 സീറോസ് ആഡ് ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. 2 സീറോസ് ആഡ് ചെയ്യണം. മൈനസ് ആണ് വന്നിരിക്കുന്നത്, റൈറ്റിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത് സീറോസ് ആണ്. ആൻസർ വരെ എന്താണ്? 100. മുകളിലത്തെ നമ്പറിൽ പോയിൻ്റുകളൊന്നുമില്ല, അടിയിലത്തെ നമ്പറിൽ പോയിൻ്റ് ഉണ്ട്, 2 പ്ലേസിൽ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻസറിൽ വ്യത്യാസം വരെ എന്താണ്? 2 സീറോസ് റൈറ്റിലേക്ക് ആഡ് ചെയ്യും. അടുത്ത കണക്ക് നോക്കിയാൽ 180 ഡിവൈഡഡ് ബൈ 0.009. സാധാരണ രീതിയിൽ നമുക്ക് ഇതിനെ നമ്പർ മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 180നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 9 ഒരു വട്ടം, 18 2 വട്ടം. അപ്പോൾ ആൻസർ 180നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ആൻസർ നമുക്ക് 20 ആണ് വരിക അല്ലേ? 20. 180നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 ആണ് സാധാരണ രീതിയിൽ വരിക. സീറോസൊക്കെ അവിടെ നിൽക്കട്ടെ, പോയിൻ്റൊക്കെ അവിടെ നിൽക്കട്ടെ. സാധാരണ രീതിയിൽ നമുക്ക് 180 ഡിവൈഡ് ചെയ്യുമ്പോൾ 9, ആൻസർ 20 ആണ്. ഇനി മുകളിലത്തെ കേസ് നോക്കാം. അവിടെ പോയിൻ്റുകൾ ഉണ്ടോ ഇല്ല, അപ്പോൾ നമുക്ക് 0 എന്നിടാം. മൈനസ്. ഇവിടെ എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിൻ്റ്? 1 2 3 പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് ആണല്ലോ. അപ്പോൾ ആൻസർ നമുക്ക് -3 എന്ന് വരുമല്ലോ. -3 വന്നാൽ, മൈനസ് വന്നാൽ നമ്പറിൻ്റെ റൈറ്റിലേക്ക് മൂവ് ചെയ്യണം അല്ലേ? റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. അത്രയ്ക്ക് സീറോസ് ആഡ് ചെയ്യണം. എത്ര സീറോ ആഡ് ചെയ്യണം? 3 സീറോ ആഡ് ചെയ്യണം. അപ്പോൾ 1 2 3 ആൻസർ വരെ എന്താണ്? 20,000. മനസ്സിലായോ? എങ്ങനെയാണ് നമ്പർ ഡെസിമൽ ഉള്ളതും ഇല്ലാത്തതും വരുമ്പോൾ വ്യത്യാസം വരുന്നതെന്ന്? അടുത്തൊരു നമ്പർ നോക്കിയാൽ 1.8 ഡിവൈഡഡ് ബൈ 0.2. മുകളിൽ എത്ര നമ്പർ കഴിഞ്ഞ് പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട്? 2 നമ്പർ അല്ലേ? 2 നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിൻ്റ്. മൈനസ്. അടിയിലോ 1 ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് പോയിൻ്റ്. അപ്പോൾ 2 - 1 1. ഇത് പോസിറ്റീവ് 1 ആണ്. അപ്പോൾ 188നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഒരു വട്ടം എന്താണ് വരിക? 18 9 വട്ടം, 8 4 വട്ടം, 94. അപ്പോൾ ആൻസർ 94 ആണ്. 94 ആണ് ആൻസർ. അപ്പോൾ നമുക്ക് പോയിൻ്റ് ആണ് ഇനി വ്യത്യാസം വരുത്തണ്ടേ. അപ്പോൾ അത് പോസിറ്റീവ് സൈനാണ്. അപ്പോൾ റൈറ്റിലേക്ക് ഇല്ല, നമ്മൾ എങ്ങോട്ടാണ് നീങ്ങേണ്ടത്? ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. ഇത് സീറോസ് അല്ല, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ നമ്പേഴ്സ് ആണല്ലോ. അപ്പോൾ നമ്മൾ പോയിൻ്റ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു പ്ലേസ് നീക്കി പോയിൻ്റ് ഇടുക, അതാണ് നമ്മുടെ ആൻസർ വരുന്നത് 9.4. മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത്?